ഇപ്പോൾ സുജു ടി ബാബു ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നത്. സുജു, വലിയ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിക്കുന്നത്. എങ്ങനെ പത്തനംതിട്ടയിൽ? അജിംഷാദ്, പത്തനംതിട്ടയിൽ ഇപ്പോൾ അടൂരിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ തുടർന്ന് കട്ടുന്ന തരത്തിലുള്ള പ്രതിഷേധ പ്രകടനമായിരിക്കാം ഡിവൈഎഫ്ഐ അടൂരിൽ നടത്തുകയുണ്ടാവുക. പ്രത്യേകിച്ച് രാഹുലിൻ്റെ ഇപ്പോൾ വന്ന വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം, കൃത്യമായി സൂചന നൽകുന്ന തരത്തിലുള്ള പ്രതിഷേധമാകും ഉണ്ടാകുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിൻ്റെ മുൻവശത്താണ്. ഇന്നലെ രാഹുൽ ഈ വീട്ടിൽ വൈകിട്ട് എത്തിയെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. രാവിലെ ഇന്ന് 2 സ്വകാര്യ ചടങ്ങുകൾ, രാഹുലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു കല്യാണവും മറ്റൊന്ന് ഒരു സ്വകാര്യ ചടങ്ങ്, നമ്മൾ ആളുകളെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നില്ല, അത്തരം 2 സ്വകാര്യ ചടങ്ങുകൾ നടക്കുന്നതിൽ രാഹുൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അതിനായാണ് രാഹുൽ ഇന്നലെ രാത്രി വീട്ടിലെത്തിയെന്നുള്ള വിവരമായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല. രാഹുലിൻ്റെ അനുയായികളും രാഹുൽ എവിടെയുണ്ടെന്ന് പറയുന്നില്ല. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു അബ്സ്കോണ്ടിങ് അല്ലെങ്കിൽ ആള് എവിടെയെന്ന് കണ്ടെത്താനാകാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. നേരത്തെ രാഹുലിൻ്റെ രീതി അറിയാം. കേരളത്തിലെ ഏത് രാഷ്ട്രീയ വിഷയമാണെങ്കിലും തനിക്ക് അഭിപ്രായം പറയേണ്ട വിഷയമല്ലെങ്കിൽ പോലും അവിടെ എത്തി അഭിപ്രായം പറയുകയും എതിരാളികളെപ്പറ്റി വളരെ അധിക്ഷേപകരമായ പരാമർശം നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഇപ്പോൾ ഒരു പരിധിവരെ വേണമെങ്കിൽ ആലങ്കാരികമായി കാണാനില്ല എന്ന തരത്തിൽ പറയാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. രാഹുലിൻ്റെ വീട്ടിന് മുമ്പിൽ മാധ്യമങ്ങളെല്ലാം, നമ്മൾ കൈരളി മാത്രമല്ല കേരളത്തിലെ എല്ലാ ന്യൂസ് ചാനലുകളും രാവിലെ 6:30 മുതൽ കാത്തു നിൽക്കുകയാണ്. രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. തീർച്ചയായും അത് തന്നെയാണ്. നോക്കൂ, ഒരു യൂത്ത് കോൺഗ്രസ് പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റിന് ഈ തരത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മാറേണ്ടി വരുന്ന സാഹചര്യം എന്നത് തന്നെ ധാർമ്മികമായുള്ള വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. സുജു ടി ബാബു, ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷേ രാഹുൽ ഫോൺ എടുക്കുന്നില്ല എന്നാണ് വസ്തുത. ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയോ എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പ്രധാനമായി രാഹുൽ എവിടെ എന്നൊരു ചോദ്യമുണ്ട്. ഇത്തരം വിവാദങ്ങൾ കത്തുമ്പോൾ പുറത്ത് ശബ്ദരേഖകൾ പുറത്തു വരുന്നു. ഒന്നല്ല, വിവിധ ആരോപണങ്ങൾ വരുന്നു. അതിൽ വളരെ ഗൗരവമുള്ള ക്രിമിനൽ കുറ്റം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വരുന്നു. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന ചോദ്യം. രാഹുലിൻ്റെ അനുയായികൾ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നില്ല. വീടിനുള്ളിൽ ഇല്ല എന്നാണ് രാഹുലിൻ്റെ അടുത്ത വൃത്തങ്ങൾ ചില ആളുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയല്ല, രാഹുൽ വീടിനുള്ളിലുണ്ടെന്നും ഈ വിവാദം രാജിവെച്ച ശേഷം മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ ചില അഭിമുഖങ്ങളുണ്ട്. എന്നാലും രാഹുൽ ഇക്കാര്യത്തിൽ പരസ്യമായ ഒരു പ്രതികരണത്തിനൊക്കെ തയ്യാറാകുന്നില്ല.